എല്ലാവർക്കും അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് പ്ലസ് ടുക്കാരായ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇതിപ്പോൾ റിസൾട്ട് വന്നു, എല്ലാവരും ഹാപ്പി ആയിരിക്കും. നല്ല മാർക്കൊക്കെ ഞാൻ കണ്ടു ലിസ്റ്റ് നോക്കിയിട്ട്. ഇനിയും തുടർന്ന് അതുപോലെ നല്ല മാർക്ക് മേടിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം മാക്രോ എക്കണോമിക്സിലെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന ഭാഗമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ കുറേ ഭാഗം നമ്മൾ പഠിച്ചു. നാഷണൽ ഇൻകം എന്താണെന്നും നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്താണെന്നും ബേസിക് കോൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്തെന്നും അതിനുശേഷം ഡിപ്രീസിയേഷൻ, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്നിവയൊക്കെ നമ്മൾ പഠിച്ചു. അതിനുശേഷം അതിൽ നിന്ന് പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനത് ബോർഡിലേക്ക് എഴുതിയിടുന്നു, ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ എഴുതിയത് സ്റ്റോക്ക്, രണ്ടാമത്തത് ഫ്ലോ. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ശേഖരണം, ഫ്ലോ എന്ന് പറഞ്ഞാൽ പ്രവാഹം. പരീക്ഷ കൃത്യമായിട്ട് ചോദിക്കും ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ. എന്താണ് സ്റ്റോക്ക്, എന്താണ് ഫ്ലോ? പിന്നെ ഒരു കാര്യം കൂടെ മക്കളെ പറഞ്ഞോട്ടെ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച 1-2 മാർക്കൊക്കെ ഏതെങ്കിലും വിഷയത്തിനൊക്കെ കുറവുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നമുക്കത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് മാർക്ക് മേടിക്കാൻ ധാരാളം സമയമുണ്ട്. അതുകൊണ്ട് ആരും വിഷമിക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ എന്നും പറയുന്ന കാര്യങ്ങളായിരുന്നു, നിങ്ങളെല്ലാം ഭംഗിയായിട്ട് എഴുതണം, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുമെന്നൊക്കെ. ഇപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്ന വിഷയം എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും നല്ല മാർക്കാണ്. ഇപ്പം 2 പേരുടെ മാർക്ക് ഞാൻ അറിഞ്ഞു, നല്ല മാർക്കാണ്. അതായത് A+നേക്കാളും കൂടുതൽ, അതായത് ഫുൾ മാർക്കാണ്. 1-2 മാർക്കിൻ്റെ വ്യത്യാസങ്ങളേ ഉള്ളൂ. ബാക്കിയുള്ളവരും നമുക്ക് മാർക്ക് കുറഞ്ഞ വിഷയങ്ങൾക്ക് കൂടുതൽ മാർക്ക് മേടിക്കാൻ വേണ്ടി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതിനെല്ലാ സഹായങ്ങളും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ടഫാണ് +2ൻ്റെ പോർഷൻ എന്ന് പറയുന്നത്. അത് ഇപ്പോഴേ ഞങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ബാക്കി വിഷയങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് മാർക്ക് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ, സ്റ്റോക്ക് ആൻഡ് ഫ്ലോ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ഡിപ്രീസിയേഷൻ എന്താണെന്ന് പറഞ്ഞത് ഞാൻ ഒന്നും കൂടെ പറയാണ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ തേയ്മാനം എന്നാണ്. ഡിപ്രീസിയേഷൻ ഈസ് ഓൾസോ കോൾഡ് കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. സ്ഥിര മൂലധനത്തിനുണ്ടാകുന്ന ഉപഭോഗം എന്നാണ്. ഡിപ്രീസിയേഷൻ റെഫേഴ്സ് ടു ലോസ് ഓഫ് ദ വാല്യൂ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ ഡ്യൂ ടു വെയർ ആൻഡ് ടെയർ ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് നമ്മൾ പഠിച്ചത്. ഉൽപാദന പ്രക്രിയ ഏർപ്പെടുന്ന ഒരു സ്ഥിര മൂലധനത്തിന് അതിൻ്റെ മൂല്യത്തിൽ വരുത്തുന്ന കുറവിനെ പറയുന്ന പേരാണ് ഡിപ്രീസിയേഷൻ അഥവാ തേയ്മാനം, മൂല്യത്തിലുണ്ടാകുന്ന കുറവ്. അതിനുശേഷം നമ്മൾ പഠിച്ചത് NIT ആണ്. NIT മീൻസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് സബ്സിഡി ആർ കോൾഡ് NIT. പരോക്ഷ നികുതിയിൽ നിന്നും അതിന് ലഭിക്കുന്ന ഇളവ് കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് NIT. അതുകൊണ്ടാണ് ഫോർമുല അത് തന്നെയാണ്. NIT ഈസ് ഈക്വൽ ടു ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി. പരോക്ഷ നികുതി മൈനസ് ഇളവ് സമം NIT എന്നാണ്. അതിനുശേഷം സ്റ്റോക്കും ഫ്ലോയും നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ശേഖരണം, ഫ്ലോ എന്ന് പറഞ്ഞാൽ പ്രവാഹം. സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പ്രവാഹമുള്ളൂ. നോക്ക്, എ സ്റ്റോക്ക് ഈസ് എ വേരിയബിൾ വിച്ച് ഈസ് മെഷറബിൾ. ദ സ്റ്റോക്ക് ഈസ് എ വേരിയബിൾ വിച്ച് ഈസ് മെഷറബിൾ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. ഇതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. എ സ്റ്റോക്ക് ഈസ് എ വേരിയബിൾ വിച്ച് ഈസ് മെഷറബിൾ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയത്ത് അളന്ന് തിട്ടപ്പെടുത്താൻ
കഴിയുന്ന വേരിയബിളുകളെ. ഒരു നിശ്ചിത സമയത്ത് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന വേരിയബിളുകളെ സ്റ്റോക്ക് എന്ന് പറയാം. മലയാളക്കാരെ എഴുതി വയ്ക്കുമ്പോൾ ഒരു നിശ്ചിത സമയത്ത് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന വേരിയബിളുകളെ സ്റ്റോക്ക് എന്ന് പറയുന്നു. സ്റ്റോക്ക് എപ്പോഴും നമുക്ക് അളന്ന് തിട്ടപ്പെടുത്തി വെക്കാൻ കഴിയും. സ്റ്റോക്ക് ഈസ് എ വേരിയബിൾ വിച്ച് ഈസ് മെഷറബിൾ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. എല്ലാവരും പഠിച്ച സ്റ്റോക്ക് ഈസ് എ വേരിയബിൾ വിച്ച് ഈസ് മെഷറബിൾ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. ഇതിന്റെ പ്രത്യേകത സ്റ്റോക്ക് ഈസ് എ സ്റ്റാറ്റിക് കോൺസെപ്റ്റ്. സ്റ്റോക്ക് ഈസ് എ സ്റ്റാറ്റിക് കോൺസെപ്റ്റ് ആണ്. സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു ശക്തമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന ശക്തമായിട്ടുള്ള ഒരു സങ്കല്പമാണ് സ്റ്റോക്ക്. അപ്പൊ സ്റ്റോക്ക് ഈസ് എ സ്റ്റാറ്റിക് കോൺസെപ്റ്റ്. ഇറ്റ് എക്സ്പ്രസ്ഡ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. ഇറ്റ് എക്സ്പ്രസ്ഡ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. ഇത്രയും കാര്യങ്ങൾ സ്റ്റോക്കിനെ കുറിച്ച് എഴുതിയിരിക്കണം. അപ്പൊ സ്റ്റോക്ക് ഈസ് എ വേരിയബിൾ വിച്ച് ഈസ് മെഷറബിൾ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് കോൺസെപ്റ്റ്. ഇറ്റ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് എക്സ്പ്രസ്ഡ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. അപ്പോൾ ഒരു നിശ്ചിത സമയത്ത് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന വേരിയബിളുകളെ സ്റ്റോക്ക് എന്ന് പറയുന്നു. സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു ശക്തമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. ഇത് ഒരു പ്രത്യേക സമയത്ത് തന്നെ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയും. ഇനി സ്റ്റോക്കിന്റെ ഉദാഹരണം അത് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. കാര്യം +1 നമ്മൾ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും ഇടകളിൽ തന്നിട്ട് എഴുതുന്നത് പോലെ സ്റ്റോക്കും ഫ്ലോയും ഒരുമിച്ച് തന്നിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറയും. സ്റ്റോക്ക് എന്ന് പറയുന്നത് വാട്ടർ ഇൻ എ ടാങ്ക്. വാട്ടർ ഇൻ എ ടാങ്ക്, ഒരു ടാങ്കിൽ ശേഖരിക്കുന്ന ജലം. നമ്മൾ കിണറ്റിൽ നിന്ന് പമ്പ് ഉപയോഗിച്ച് വെള്ളം ഒരു ടാങ്കിൽ നിറച്ച് വെക്കുക. അത് സ്റ്റോക്കാണ്. അപ്പൊ ഇങ്ങനെ വാട്ടർ ഇൻ എ ടാങ്ക്, ഒരു ടാങ്കിലെ വെള്ളം. 2 ഡാം, ഒരു ഡാമില് ശേഖരിച്ച് വെക്കുന്ന ജലം. 2ാമത് വെൽത്ത്, ധനം. അടുത്തത് ഇൻവെന്ററി. മലയാളക്കാർ ഇൻവെന്ററി എഴുതിയാൽ പിന്നെ പ്രത്യേകം പഠിക്കാണ്ട് ഇൻവെന്ററി എന്ന് വെച്ചാൽ അർത്ഥം സ്റ്റോക്ക് എന്ന് തന്നെയാണ്. ഇൻവെന്ററി എഴുതിയാൽ മതി. ഇപ്പൊ വാട്ടർ ഇൻ എ ടാങ്ക്, ഡാം, വെൽത്ത്, ഇൻവെന്ററി, മണി സപ്ലൈ. മലയാളക്കാര് പണപ്രദാനം, പണത്തിന്റെ പ്രദാനം, വിതരണം ചെയ്യാൻ വെക്കുന്ന പണം. ട്രാൻസാക്ഷൻ, ഡിമാൻഡ് ഫോർ മണി. ട്രാൻസാക്ഷൻ, ഡിമാൻഡ് ഫോർ മണി, പണത്തിന്റെ കൈമാറ്റ ചോദനം. പണത്തിന്റെ കൈമാറ്റ ചോദനം. ഫുഡ് ഗ്രെയിൻ സ്റ്റോക്ക്, ഫുഡ് ഗ്രെയിൻ സ്റ്റോക്ക്, ഭക്ഷ്യധാന്യങ്ങളുടെ ശേഖരണം. നമുക്കിപ്പോൾ തന്നെ ഈ കോഡുമായി ബന്ധപ്പെട്ട് റേഷൻ കടയിലൂടെ നമുക്ക് ധാരാളം അരിയും അതിനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ സർക്കാർ നമുക്ക് ഫ്രീ ആയിട്ട് തന്നു. തരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ച് വെച്ച് സ്റ്റോക്കാക്കി വെക്കുന്നു. ഇപ്പൊ സ്റ്റോക്കിന് ഉദാഹരണം പറയുമ്പോൾ വാട്ടർ ഇൻ എ ടാങ്ക്, ഡാം, വെൽത്ത്, ഇൻവെന്ററി, മണി സപ്ലൈ, ട്രാൻസാക്ഷൻ, ഡിമാൻഡ് ഫോർ മണി, ഫുഡ് ഗ്രെയിൻ
ഇൻ സ്റ്റോക്ക് അല്ലെങ്കിൽ ഫുഡ് ഗ്രെയിൻ സ്റ്റോക്ക് വിത്ത് ആരെന്ന് ചോദിച്ചാൽ FCI. ഇത് ശരിക്കുന്ന FCI ആണ്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതാണ് ഫുഡ് ഗ്രെയിൻ സ്റ്റോക്ക് ഇൻ FCI എന്ന് പറഞ്ഞാൽ. അപ്പോൾ മലയാളക്കാർക്ക് വേണ്ടി ഒരു നിശ്ചിത സമയത്ത് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന സാധനങ്ങളുടെ അല്ലെങ്കിൽ വസ്തുക്കളുടെ വേരിയബിളുകളുടെ വസ്തുക്കളെ പറയുന്ന പേരാണ് സ്റ്റോക്ക്. സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. ഇതൊരു പ്രത്യേക സമയത്ത് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയും. ഉദാഹരണം, ഒരു ടാങ്കിൽ ശേഖരിക്കുന്ന ജലം, ഒരു ഡാമിലെ ജലം, ധനം, ഇൻവെന്ററി, പണത്തിൻ്റെ പ്രദാനം, പണത്തിൻ്റെ കൈമാറ്റ ചോദനം, കൂടാതെ ഭക്ഷ്യധാന്യങ്ങളുടെ ശേഖരണം. ഇതാണ് സ്റ്റോക്കിനെ കുറിച്ച് പറയുന്നത്. ഇനി എന്താണ് ഫ്ലോ എന്ന് നോക്കാം, രണ്ടും തിരിഞ്ഞു പോകരുത്. നോക്ക്, എ ഫ്ലോ ഈസ് എ വേരിയബിൾ വിച്ച് ഈസ് മെഷർഡ്. അതുപോലെ എടുക്കാം, ഫ്ലോ ഈസ് എ വേരിയബിൾ വിച്ച് ഈസ് മെഷറബിൾ at a specified time period. At a specified time period. നോക്ക്, നേരത്തെ പറഞ്ഞ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം എന്ന് പറഞ്ഞു. ഇവിടെ അറ്റ് എ സ്പെസിഫൈഡ് ടൈം പീരീഡ് അല്ലെങ്കിൽ ഓവർ എ പീരീഡ് എന്ന് പറയാൻ പറ്റും. ഓവർ എ പീരീഡ്, ഓവർ എ പീരീഡ്. Flow is a variable which is measurable at a specified time period. ആദ്യം പറഞ്ഞാൽ at a point of time എന്നും രണ്ടാമത്തെ ഒരു സ്പെസിഫൈഡ് ടൈം പീരീഡ് എന്നാണ്. A flow is a variable which is measurable at a specified time period എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയ കാലയളവിൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഒരു നിശ്ചിത കാലയളവിൽ എന്ന് പറഞ്ഞാൽ നിശ്ചിത സമയമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന വേരിയബിളുകൾ. അപ്പൊ രണ്ട് വ്യത്യാസമേ ഉള്ളൂ. ഇത് നിശ്ചിത സമയത്ത് ഒരു സമയം പറയും, ഇത് പ്രത്യേക കാലം. നമ്മൾ എന്തിപ്പോ കറണ്ടുള്ള സമയത്ത് വെള്ളം ശേഖരിച്ചു വയ്ക്കുന്നു, അതൊരു സമയം നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ മോട്ടോർ ഓണാക്കി. ഇത് പല സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിലൂടെ നമ്മൾ പ്രവാഹം നടത്തുന്നത്. നമ്മൾ 3 നേരം ആഹാരം കഴിക്കും, രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും. പിന്നെ എൻ്റെ ഇടയ്ക്ക് കഴിക്കാറുണ്ട്, എങ്കിൽ തന്നെ അത് സ്റ്റോക്കാണ് 3 സമയം. അത് എപ്പോഴും നമ്മളെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് നമ്മൾ അവശിഷ്ടങ്ങൾ വെളിയിൽ കളയുന്ന പല സമയത്താണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലയളവാണ്. അപ്പോഴ് ഒരു നിശ്ചിത കാലയളവിൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന സാധനങ്ങളുടെ വേരിയബിളുകളാണ് നമ്മൾ ഫ്ലോ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഫ്ലോ ഈസ് എ ഡൈനാമിക് പ്രോസസ്. ഫ്ലോ എന്ന് പറയുന്നത് ഡൈനാമിക് പ്രോസസ്സാണ്. നേരത്തെ പറഞ്ഞത് സ്റ്റാറ്റിക് കോൺസെപ്റ്റാണ്, ഇവിടെ ഡൈനാമിക് ആണ്, മറക്കത് രണ്ടും. എന്നിട്ട് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം, ഇറ്റ് ഹാസ് എ ടൈം ലിമിറ്റ്. ഇതിന് ടൈം ലിമിറ്റ് ഉണ്ട്, ടൈം ലിമിറ്റ്. ഇറ്റ് ഹാസ് എ ടൈം ലിമിറ്റ്. ഫ്ലോയ്ക്ക് ടൈം ലിമിറ്റ് ഉണ്ട്, സ്റ്റോക്കിന് നോ ടൈം ലിമിറ്റ്. നമുക്ക് പ്രവാഹത്തിനൊരു പ്രത്യേക സമയപരിധിയുണ്ട്. എന്നൊക്കെ നമ്മൾ വാട്ടർ കണക്ഷനൊക്കെ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ എപ്പോഴും നമ്മളെ പൈപ്പിലൂടെ വെള്ളം കിട്ടത്തില്ല. ഒന്നീ അത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും നമുക്ക് വെള്ളം കിട്ടുന്നതനുസരിച്ച് അവർ ടാങ്കുകളിൽ ശേഖരിച്ച് വയ്ക്കും. അപ്പോൾ ഫ്ലോ ഈസ് എ വേരിയബിൾ വിച്ച് ഈസ് മെഷറബിൾ അറ്റ് എ സ്പെസിഫൈഡ് ടൈം പീരീഡ്. ഇറ്റ് ഈസ് എ ഡൈനാമിക് പ്രോസസ്, ഇറ്റ് ഹാസ് എ ടൈം പീരീഡ്. ഇനി ഫ്ലോയ്ക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത്
ഫ്ലോ ഇൻ എ വാട്ടർ ടാപ്പ്. ഫ്ലോ ഇൻ എ വാട്ടർ ടാപ്പ്. ഒരു ടാപ്പിലൂടെ ഒഴുകുന്ന ജലം. നേരത്തെ ഇങ്ങനെ വാട്ടറിന് ടാങ്കിൽ ശേഖരിക്കുന്ന വെള്ളം. ഇത് ഫ്ലോ ഇൻ എ വാട്ടർ ടാപ്പ്. അതായത് നമ്മൾ ടാപ്പിലൂടെ ഒഴുകുന്ന ജലം. അടുത്ത രണ്ടാമത്തെ ഇൻകം. ഇൻകം എന്ന് പറയാൻ പരീക്ഷ ഇൻകം സ്റ്റോക്ക് ആണോ ഫ്ലോ ആണ്? ഇൻകം എന്ന് പറയുന്നത് ഫ്ലോ ആണ്. ഇനി ചേഞ്ചസ് ഇൻ ഇൻവെന്ററി. നേരത്തെ നമ്മൾ ഇവിടെ ഇപ്പോഴത്തെ ഇൻവെന്ററി പറഞ്ഞു. ഇവിടെ ഇൻവെന്ററിയിലെ മാറ്റം, അതാണ് ചേഞ്ചസ് ഇൻ ഇൻവെന്ററി. അടുത്തെന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് മണി. വെലോസിറ്റി ഓഫ് മണി, പണത്തിന്റെ വെലോസിറ്റി, പണത്തിന്റെ ചക്രീയ പ്രവാഹം. അടുത്ത ക്യാപിറ്റൽ ഫോർമേഷൻ, മൂലധന സ്വരൂപണം, ക്യാപിറ്റൽ ഫോർമേഷൻ. അടുത്തെന്ന് പറയുന്നത് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, കയറ്റുമതി ഇറക്കുമതി, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. അടുത്തെന്ന് പറയുന്നത് ഗ്രോസ് വാല്യൂ ആഡഡ്, ഗ്രോസ് വാല്യൂ ആഡഡ്, GV എന്ന് പറയും. ഗ്രോസ് വാല്യൂ ആഡഡ്, ഗ്രോസ് വാല്യൂ ആഡഡ്, കൂട്ടിച്ചേർത്ത. ഗ്രോസ് മൊത്തം, വാല്യൂ മൂല്യം, ആഡഡ് കൂട്ടിച്ചേർത്ത, കൂട്ടിച്ചേർത്ത മൊത്ത മൂല്യം. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ഈ രണ്ടെണ്ണം ഇല്ലാത്ത ഒരു ചോദ്യ പേപ്പർ പോലും ഉണ്ടാകില്ല. ഫ്ലോ ഈസ് എ വേരിയബിൾ which is measurable at a specified time period. It is a dynamic process. It has a time limit. Example, flow in a water tap, income, changes in inventory, velocity of money, capital formation, import and export, gross value added. മലയാളത്തിലെ മക്കൾക്ക് ഒരു നിശ്ചിത കാലയളവിൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന വേരിയബിളുകളാണ് ഫ്ലോ അഥവാ പ്രവാഹം. ഇതെന്ന് പറയുന്നത് ഡൈനാമിക് ആണ്, ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇതിന് സമയപരിധി ഇല്ല. ഉദാഹരണം, ഒരു ടാപ്പിലൂടെ ഒഴുകുന്ന ജലം, വരുമാനം, ഇൻവെന്ററിയിലെ മാറ്റം, പണവർത്തുള്ള പ്രവാഹം, മൂലധന സ്വരൂപണം, കയറ്റുമതി ഇറക്കുമതി, മൊത്ത കൂട്ടിച്ചേർത്ത മൂല്യം എന്നിവയാണ് ഇതിന് എക്സാമ്പിള്. ഇപ്പൊ കൃത്യം ചോദിക്കും സ്റ്റോക്കും ഫ്ലോയും, എന്നാലെന്ത് അതിൻ്റെ ഉദാഹരണ സഹിതം എഴുതുക എന്ന് ചോദിക്കും. അപ്പോൾ കൃത്യമായിട്ടും എഴുതേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇത് മനസ്സിലായി എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കുക. അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരും. അറിയാലോ, ഇപ്പൊ സ്റ്റോക്ക് എന്ന് പറയുന്നത് മെഷറബിൾ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം, ഫ്ലോ എന്ന് പറയുന്നത് മെഷറബിൾ അറ്റ് എ സ്പെസിഫൈഡ് ടൈം പീരീഡ്. ഇത് സ്റ്റാറ്റിക് കോൺസെപ്റ്റും ഇത് ഡൈനാമിക് പ്രോസസ്സും. ഇതിന് നോ ടൈം ലിമിറ്റ്, ഇത് ഹാസ് എ ടൈം ലിമിറ്റ്. പിന്നെ എക്സാമ്പിളുകളെല്ലാം നോക്കി വയ്ക്കണം. ഇത് പരീക്ഷയ്ക്ക് ഈടാകാലത്തിൽ തന്നിട്ട് നമ്മൾ മാറ്റി തിരിച്ച് എഴുതണം. അപ്പൊ ഇൻവെന്ററി സ്റ്റോക്കും ചേഞ്ചസ് ഇൻവെന്ററി ഫ്ലോയുമാണ്. മനസ്സിലായ മക്കളെ? ഇത്രയും. ഇനി നമ്മൾ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ പോകുന്നു. ഞാനത് എഴുതിയിടുകയാണ്, ശ്രദ്ധിക്കാം. പാഠം കൂടെ ഉണ്ട്, അത് വളരെ ശ്രദ്ധിക്കണം. ചോദ്യം ഇതാണ്: സർക്കുലർ ഫ്ലോ ഇൻ എ 2 sector മോഡൽ. സർക്കുലർ ഫ്ലോ ഇൻ എ 2 sector മോഡൽ. അല്ലെങ്കിൽ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം.
പണത്തിന്റെ പ്രവാഹം. പണത്തിന്റെ മൊത്തം പറയുമ്പോഴത്തേക്ക് ചക്രീയ പ്രവാഹം. പണത്തിന്റെ ചക്രീയ പ്രവാഹം, അതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം അല്ലെങ്കിൽ സർക്കുലർ ഫ്ലോ ഇൻ എ 2 സെക്ടർ മോഡൽ. 2 സെക്ടർ എന്ന് പറയുന്നത് നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ 3 സെക്ടറും 4 സെക്ടറും പഠിക്കാണ്ടായിരുന്നു. ഇപ്പം 2 സെക്ടർ, 2 സെക്ടർ മേഖല മോഡൽ മാതൃക. മേഖല മാതൃകയിലെ പണത്തിന്റെ ചാക്രീയ പ്രവാഹം 2 തരത്തിൽ ചോദിക്കും. ഇത് നമുക്ക് പെൻസിലും സ്കെയിലൊക്കെ വേണം. ശ്രദ്ധിച്ചിരിക്കണം, ഞാൻ പടം ഉൾപ്പെടെ ഇപ്പൊ പറഞ്ഞു തരും. ചോദ്യം ഇതാണ്. 2 തരത്തിലുള്ള ചോദ്യമുണ്ട്. സർക്കുലർ ഫ്ലോ ഇൻ എ 2 സെക്ടർ മോഡൽ ഓർ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ചോദ്യം മേഖല മാതൃകയിലെ പണത്തിന്റെ ചാക്രീയ പ്രവാഹം എന്നോ അല്ലെങ്കിൽ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം അല്ലെങ്കിൽ പണത്തിന്റെ ചക്രീയ പ്രവാഹം എങ്ങനെയാണെന്നോ ചോദിക്കും. അത് കൃത്യമായിട്ട് പഠിക്കണം. ആദ്യം നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം? ഇതാണ് ചോദ്യം. ആദ്യത്തെ ചോദ്യം നമ്മൾ എസ്സേ പഠിക്കുകയാണ്. നോക്ക്, എന്താണ് പണത്തിന്റെ ചക്രീയ പ്രവാഹം? ഇറ്റ് ഈസ് എ പിക്ചറൽ. പിക്ചർ നിങ്ങളുണ്ടല്ലോ, ഇറ്റ് ഈസ് എ പിക്ടോറിയൽ എന്നാണ്. PICTORIAL പിക്ടോറിയൽ illustration of illustration. Circular flow of income is a pictorial illustration of the interdependence between ഇവിടെ പഠിക്കണം നിങ്ങളെ. It is a pictorial illustration of the interdependence between the major sectors of the economic activities. The major sectors of the economic activities. നോക്ക്, പണത്തിന്റെ ചക്രീയ പ്രവാഹം എന്നാൽ എന്ത്? What is circular flow of income? It is a pictorial illustration of the interdependence between the major sectors of the economic activities. ഒന്നും കൂടെ പറഞ്ഞിട്ട് മലയാളത്തിലേക്ക് നമുക്ക് കടക്കാം. Circular flow of income is a pictorial illustration of the interdependence between the major sectors of the economic activities. ഒരു സാമ്പത്തിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കപ്പെടുന്ന ചിത്രരൂപത്തിലുള്ള പണപ്രവാഹങ്ങളെ ഒരു സാമ്പത്തിക മേഖലയിലെ വിവിധ മേഖലകളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിത്രരൂപത്തിൽ അവതരിപ്പിക്കുന്ന പണത്തിന്റെ പ്രവാഹത്തെയാണ് പണത്തിന്റെ ചക്രീയ പ്രവാഹം അഥവാ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നു. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ധാരാളം പ്രവാഹങ്ങളുണ്ട്. അത് നമ്മൾ ഇപ്പോൾ ചൂടെ നമ്മൾ പഠിക്കും. ഈ പ്രവാഹങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകുന്ന കുറേ മേഖലയുണ്ട്. ആ മേഖലകളെ ചിത്രരൂപത്തിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് പണത്തിൻ്റെ ചക്രീയ പ്രവാഹം അഥവാ
circular flow of income. It is a pictorial illustration of the interdependence between the major sectors of the economic activities. ഒരു സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ചിത്രരൂപത്തിൽ തയ്യാറാക്കുന്ന ചിത്രങ്ങളാണെങ്കിൽ തയ്യാറാക്കുന്ന ആ പ്രവർത്തനത്തെ നമ്മൾ പണത്തിന്റെ ചാക്രിക പ്രവാഹം എന്ന് പറയുന്നു. ഇറ്റ് ഈസ് എ പിക്ടോറിയൽ ഇലസ്ട്രേഷൻ ഓഫ് ദ ഇന്റർഡിപെൻഡൻസ് ബിറ്റ്വീൻ ദ മേജർ സെക്ടേഴ്സ് ഓഫ് ദ എക്കണോമിക് ആക്ടിവിറ്റീസ്. അതുകൊണ്ട് the circular flow of income can be divided into two. പണത്തിന്റെ ചക്രീയ പ്രവാഹത്തെ നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. ഒന്നാമത്തതാണ് റിയൽ ഫ്ലോ, രണ്ടാമത്തെയാണ് മണി ഫ്ലോ. രണ്ടിലും പടങ്ങളുണ്ട്. റിയൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പ്രവാഹമെന്നും മണി ഫ്ലോ എന്ന് പറഞ്ഞാൽ പണപ്രവാഹം എന്നും പറയാം. അപ്പൊ മലയാളക്കാർ എഴുതി വെക്കുമ്പോഴത്തേക്ക് പണത്തിന്റെ ചാക്രീയ പ്രവാഹത്തെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് യഥാർത്ഥ പ്രവാഹം അഥവാ റിയൽ ഫ്ലോ എന്നും, രണ്ടാമത്തെ പണപ്രവാഹം അഥവാ മണി ഫ്ലോ എന്നും പറയുന്നു. ഇനി നമ്മൾ ആദ്യം പഠിക്കുന്നത് റിയൽ ഫ്ലോ, ചിത്രത്തിന്റെ സഹായത്തോടു കൂടി. ഇത് രണ്ടും പ്രത്യേകം പ്രത്യേകം പഠിച്ചിട്ട് രണ്ടിനെയും കൂടെ ചേർത്ത് ഒരുമിച്ച് പഠിക്കാം. ഇപ്പൊ റിയൽ ഫ്ലോ ആൻഡ് മണി ഫ്ലോ. ഇപ്പൊ റിയൽ ഫ്ലോ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം ഞാൻ ഒരു പടം വരയ്ക്കാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. ആ പടം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. അതായത് ആദ്യം നമ്മൾ വരയ്ക്കുമ്പോൾ കണ്ണാടി പോലെ, കണ്ണാടിയിലെ രണ്ട് കണ്ണ് രണ്ട് ഫ്രെയിം വരയ്ക്കണം ആദ്യം. ഇത്തിരി നീളം, പ്രത്യേക അളവൊന്നുമില്ല, രണ്ട് ഒരേ അളവായിരിക്കണം. കണ്ടല്ലോ, രണ്ട് കണ്ണാടികൾ നമ്മൾ വരച്ചു വെച്ചു. അതിനകത്ത് ആദ്യം എഴുതണം ഫേം എന്ന് എഴുതണം, FIRM. രണ്ടാമത്തത് ഹൗസ് ഹോൾഡ്. ഫേം എന്ന് പറഞ്ഞാൽ മലയാളക്കാർ ഉൽപാദന യൂണിറ്റ് അഥവാ സ്ഥാപനം. ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഗാർഹിക യൂണിറ്റ് അഥവാ ഗാർഹിക മേഖല. മലയാളക്കാർക്ക് രണ്ടും എഴുതാം. ഇപ്പൊ ഗാർഹിക യൂണിറ്റും ആദ്യത്തത് ഉൽപാദന യൂണിറ്റ്. അപ്പൊ ഉൽപാദന മേഖലയും ഗാർഹിക മേഖലയും ഒന്ന് രണ്ട് ഭാഗങ്ങൾ അങ്ങോട്ട് എഴുതുക. അതിലുള്ള ഫാമെന്നും ഹൗസ് ഹോൾഡും. എന്നിട്ട് ഈ ഹൗസ് ഹോൾഡിന്റെ മധ്യഭാഗത്തു നിന്നൊരു റൗണ്ട് ഫാമിലേക്ക് വരയ്ക്കണം. എന്നിട്ട് ഫാമിൽ നിന്ന് അതുപോലെ ഒരു റൗണ്ട് ഹൗസ് ഹോൾഡിലേക്ക് വരയ്ക്കണം. ആരോ മാർക്ക് തെറ്റിപ്പോകരുത്, തെറ്റിപ്പോയെല്ലാം പോയി. അപ്പോൾ ഫാമും ഹൗസ് ഹോൾഡ് മനസ്സിലായല്ലേ? ഹൗസ് ഹോൾഡിൽ നിന്നാണ് ആദ്യം നമ്മൾ ഫാമിലേക്ക് വരയ്ക്കുന്നത്. എന്നിട്ട് ഫാമിൽ നിന്ന് നേരെ ഗാർഹിക മേഖലയ്ക്ക് അത് ഒരു കോമ്പസ് എടുത്തിട്ടാണോ വരയ്ക്കുക, മനസ്സിലായി? റൗണ്ട് ചെയ്ത് വരയ്ക്കണം. എന്നിട്ട് ഹൗസ് ഹോൾഡിൽ നിന്ന് എന്തൊക്കെയാണ് ഫാമിലേക്ക് പോകണമെന്ന് നോക്കാം. അത് ഏതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫാക്ടർ സർവീസുകളാണ് പോണത്. ഫാക്ടർ സർവീസ് എന്ന് പറഞ്ഞാൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. അതുകൊണ്ട് ഇങ്ങനെ എഴുതണം നിങ്ങൾ. മലയാളത്തിൽ എഴുതുന്ന കുഞ്ഞുങ്ങൾ ഉൽപാദന യൂണിറ്റ് എന്ന് എഴുതിയിട്ട് ഇപ്പോഴത്തെ ഗാർഹിക യൂണിറ്റ്, ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന്റെ റൗണ്ട് ഉൽപ്പാദനത്തിലേക്ക് പോയിട്ട് ഇവിടെ ഫാക്ടർ സർവീസ് എന്ന് പറഞ്ഞാൽ ഘടക സേവനങ്ങൾ. ഘടക സേവനങ്ങൾ എന്ന് മലയാളത്തിൽ എഴുതിയിട്ട് ബ്രാക്കറ്റിൽ LLCO എന്ന് എഴുതണം. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അല്ലെങ്കിൽ ഭൂമി, തൊഴിൽ ശക്തി, മൂലധനം, സംഘാടനം. എന്നിട്ട് അവിടെ നിന്ന് അത് പ്രവർത്തനം കഴിഞ്ഞിട്ട് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് എഴുതണം. ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് ഇംഗ്ലീഷ്. മലയാളത്തിലെ കുഞ്ഞുങ്ങള് അന്തിമ സാധന സേവനങ്ങൾ. മനസ്സിലായല്ലോ മക്കളെ?
ഇപ്പൊ ഇംഗ്ലീഷുകാർ ഫേം, ഹൗസ് ഹോൾഡ്, ആരോ മാർക്ക് ഇട്ടിട്ട് ഫാക്ടർ സർവീസ് ബ്രാക്കറ്റിൽ എൽ സി ഒ. എന്നിട്ട് ഫേമിൽ നിന്ന് നമ്മൾ ഹൗസ് ഹോൾഡിലേക്ക് കൊടുക്കുന്ന ഭാഗത്ത് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. മലയാളക്കാര് ഉൽപാദന യൂണിറ്റ്, ഗാർഹിക യൂണിറ്റ്, ഘടക സേവനങ്ങൾ ഇത് എഴുതണം. എന്നിട്ട് അന്തിമ സാധന സേവനങ്ങൾ എന്ന് എഴുതിയിട്ട് പടം കൃത്യമായി. ഇനിയാണ് നമ്മൾ യഥാർത്ഥ ക്വസ്റ്റ്യൻസിലേക്ക്. വാട്ട് ഈസ് റിയൽ ഫ്ലോ? മനസ്സിലായ മക്കളെ? എന്താണ് യഥാർത്ഥ പ്രവാഹം? നോക്ക്, ഏതല്ല നമുക്ക് നോക്കാം. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ഫ്രം ഹൗസ് ഹോൾഡ് ടു ഫേം. ഒന്നുകൂടെ പറയാം. നോക്ക്, ഫാക്ടർ സർവീസസ് സച്ച് ആസ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ഫ്രം ഹൗസ് ഹോൾഡ് ടു ഫേം. റിട്ടേൺ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ഫേം ടു ഹൗസ് ഹോൾഡ് ഈസ് കോൾഡ് റിയൽ ഫ്ലോ. അങ്ങനെ തന്നെ എഴുതാം. മലയാളത്തിൽ പറയുമ്പോൾ മനസ്സിലാകും. ഘടക സേവനങ്ങളായ ഭൂമി, തൊഴിൽ ശക്തി, മൂലധനം, സംഘാടന എന്നിവ ഗാർഹിക മേഖലയിൽ നിന്നും ഉൽപാദന മേഖലയിൽ എത്തിച്ചേർന്ന ശേഷം അവിടെ നിന്ന് അന്തിമ സാധന സേവനങ്ങളായി, അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഫേമിൽ നിന്നും അന്തിമ സാധന സേവനങ്ങളായി തിരിച്ച് ഗാർഹിക മേഖലയിൽ എത്തിച്ചേരുന്നതിനെ പറയുന്ന പേരാണ് റിയൽ ഫ്ലോ അഥവാ യഥാർത്ഥ പ്രവാഹം. നോക്കളെ, ഫാക്ടർ സർവീസസ് such as land, labor, capital and organization from household to firm and return final goods and services from firm to household is called real flow. ഘടക സേവനങ്ങളായ തൊഴിൽ ശക്തി, മൂലധനം, സംഘാടനം എന്നിവ ഗാർഹിക മേഖലയിൽ നിന്നും ഉൽപാദന യൂണിറ്റിൽ എത്തിയ ശേഷം അവിടെ നിന്ന് അന്തിമ സാധന സേവനങ്ങളായി തിരിച്ച് ഹൗസ് ഹോൾഡിൽ ഗാർഹികം എത്തിച്ചേർന്ന രീതിയെ റിയൽ ഫ്ലോ എന്ന് പറയുന്ന യഥാർത്ഥ ഫ്ലോ. ഇതില്ലാത്ത ഒരു ചോദ്യ പേപ്പറും ഇല്ല. എല്ലാ പരീക്ഷയ്ക്കും ഇത് ചോദിച്ചുകൊണ്ട് ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചു. അപ്പോഴ് ഒന്നാമത്തെ പ്രവാഹമായി. മനസ്സിലായ പറഞ്ഞത്? ഇറ്റ് ഈസ് എ പിക്ടോറിയൽ ഇലസ്ട്രേഷൻ ഓഫ് ദ ഇന്റർഡിപെൻഡൻസ് ബിറ്റ്വീൻ ദ മേജർ സെക്ടേഴ്സ് ഓഫ് ദ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇറ്റ് ക്യാൻ ബി ടു ടൈപ്പ്, റിയൽ ഫ്ലോ ആൻഡ് മണി ഫ്ലോ. റിയൽ ഫ്ലോ മീൻസ് ഫാക്ടർ സർവീസസ് സച്ച് ആസ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ഫ്രം ഹൗസ് ഹോൾഡ് ടു firm and return final goods and services to household is called real flow എന്ന് പറയും.